പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആ കൊന്നങ്ങാട്ട് കോയാന്നോ? അപ്പോൾ ഹൈസക്കുട്ടി ഇന്ന് ഇതാ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഓടി പോണത്. ഇന്ന് സ്കൂൾ തോൻ്റെ യൂണിഫോം ഉണങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ ഈ തെങ്ങിന് ഇതിൻ്റെ ഇടയിലൊക്കെയാണ് തോരയിടണത് നമ്മൾ ഇട്ട്. അപ്പോൾ അവൾക്ക് വെയിലധികം എത്താത്തതുകൊണ്ടും പിന്നെ ഞാൻ അലക്കിടാൻ കുറച്ച് നേരം വൈകിയെന്ന് ഇന്നലെ. 2 ദിവസം 2 കളർ യൂണിഫോമാണല്ലോ. അപ്പോൾ ഓൻ്റെ യൂണിഫോം ഉണങ്ങിയിട്ടില്ല. ഞാൻ സ്ഥിരം ഇട്ട് നോക്കി, പക്ഷേ ചെറുതായിട്ടൊരു നനവുണ്ട്. അപ്പോൾ ഓനക്കത് ഇഷ്ടമില്ല ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരിക്കാനുള്ള. ഓനിട്ട് അവിടെയൊക്കെ നടന്ന് പോകുമ്പോഴേക്കിനൊക്കെ അത് ഉണങ്ങും. പക്ഷെ ഓനക്ക് എന്തോ പോലെ ആയിട്ട് ഓൻ ഇട്ടില്ല കേട്ടോ. അതിനൊക്കെ തോന്നി ഇനി വേറെ വേനൊക്കെ അതിൻ്റെ അലസ്റ്റിക്കിൻ്റെ ഭാഗം കുറച്ച് നനവുണ്ട്. അതുകൊണ്ടാ വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇനി ടീച്ചർ എന്താ പറയാനാവോ. അപ്പോൾ ഓന് യൂണിഫോം ഇടാതെ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോണത്. കളർ ഡ്രസ്സ് ഇട്ട് പോകാൻ അങ്ങനെ അവന് സമ്മതിക്കില്ല. അവന് ചീത്ത അറിയും ടീച്ചർ എന്നൊക്കെ പറഞ്ഞിരിക്കണേ. ഇന്ന് നല്ല നനവായതുകൊണ്ടാണ് ഓൻ ഇടാത്തത്. അപ്പോൾ ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നേരത്തെ ബസ് വരും. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകണം. ഓനതാ മുന്നിൽ പോകുന്നുണ്ട്. ഇന്നലെ വന്നപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ക്ഷീണം ഇതൊക്കെ കേട്ടോ. സ്കൂൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറക്കം വരുന്നുണ്ട്. ഒരുമാതിരി ഒരു കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യുന്നു. എന്തോ തന്നെ എല്ലാം നടക്ക്. വലിയ ആളായിട്ട് അങ്ങോട്ട് നടന്നു പോകണ്ടിട്ടോ. ബാക്കിൽ ഞാൻ ഉണ്ടാകുന്ന ഇങ്ങനെ നോക്കുക. അവിടെ എത്തിക്കട് അങ്ങനെ വരുന്നുണ്ട്. രാവിലെ തന്നെ ഓടിക്കതച്ച് വേർത്ത് പോകാനാണ് ഓൻ ഇങ്ങനെ ആണ്ടും കൂടി ഓടുന്നത്. ഇവിടെ വന്നിരിക്കും പൊന്നോ, എടുക്ക വാ. അത് ചെല്ലിയിൽ കാക്കിയാണ്. ഇത് നമ്മളോടക്ക് നമ്മളെ മോട്ടറും വയറൊക്കെ കേടെന്നാ വരൂലേ? മൂത്താപ്പാട് കയറുന്ന ആരാണ് എനിക്കറിയില്ല. എന്നിട്ടിപ്പോൾ എന്താ സംശയം എന്താണ്? ഇപ്പം മൂത്താപ്പ പറയുന്നത് ഞങ്ങളെ അയൽവാസി സിദ്ധിയാക്കാനാണ് കേട്ടാ. മൂത്താപ്പ പറയുന്നത് കുൽസ്വാത്തിയും സിദ്ധിയാക്കല്ലേ. അപ്പോൾ ഓല് ഈനും ഇവലൊക്കെ മൂത്താപ്പാന്നാ പറയുക. കേട്ടിട്ട് ഓ മൂത്താപ്പ പറയുന്നതാണ്. ഇവിടെ അരിക്കൊക്കെ വണ്ടി വരുന്നതാ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ ഓൻ്റെ ബസ്സൊക്കെ വന്നു. ഓൻ അതിൽ കയറിയിട്ട് പോയിട്ടാണ്. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഞാൻ നടന്ന് തിരിച്ചെത്തി. അപ്പോഴേക്കും ഇതവിടെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ദോശ ചെയ്യുന്നു, അതേപോലെ തന്നെ പഞ്ചസാര ചെയ്യുന്നു, കുത്തി തിന്നിരുന്നു, ചായ ഉണ്ടായിരുന്നു. പിന്നെ അടുപ്പിലായിട്ട് ഇട്ടിട്ടുള്ളത് നമ്മളന്ന് വിറക് കൊത്തിയല്ലോ, അതിൻ്റെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വിറക് കൊണ്ടുവന്ന പൊടികളുണ്ടാവില്ലേ, ഇങ്ങനെ കൊത്തി കഴിയുമ്പോൾ അങ്ങനത്തെ പൊടിയൊക്കെ ചാക്കിൽ വാരി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അന്നത്തെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനൊരു ദിവസം ഇടാം. അങ്ങനെ അതൊക്കെ കൂടെ ചാക്കിലാക്കി വാരിയിട്ട് 3 ചാക്കിൽ കിട്ടീനു കേട്ടോ. അങ്ങനെ വാരി എടുത്തതാണ്. ഇതിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ, മുറ്റത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് വാരിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് കത്തിക്കണത്. ഇത് വേഗം കത്തും ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ അടുപ്പിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കത്തി ഏകദേശം കഴിയാനായിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും. പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കത്തണുണ്ടാവും കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇതാ അങ്ങനെ. അപ്പോൾ ചിക്കൻ കറി വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ട് അപ്പോൾ ജീരകവും മഞ്ഞളും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില കണ്ടിട്ട് ആരും പേടിക്കണ്ട, അത് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. ആ ഉണങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പില നമുക്ക് കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ അതങ്ങനെ സൂക്ഷിക്കുകയാണ്. ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ചാക്കിന്ന് കൊട്ടിയതുകൊണ്ട് തന്നെ കുറേ വേസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനിട്ട്, അതൊക്കെ മണ്ണും ചളിയാണ്, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനിട്ട്. അടുപ്പിൻ്റെ ചുറ്റുഭാഗവും വേഗം തന്നെ അതിൻ്റെ അടുക്കതാ നമ്മൾ തേങ്ങ വറക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാൻ. അതേപോലെ തന്നെ ചിക്കൻ കറിക്ക് ഇന്ന് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു, അതിട്ടിട്ട് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അമ്മ. അപ്പോൾ വേഗം തന്നെ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ക്യാരറ്റും വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് പട്ടയും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അതൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് വെക്കാണ് കേട്ടോ, നെയ്യ് ഒഴിച്ചിട്ട്.
അപ്പോൾ അതാ നല്ലൊരു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് തേങ്ങ വറുത്തരച്ച ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടത്തണം. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഒന്ന് പറയുമ്പോൾ ഞാനതും ഇങ്ങനെ എടുത്തു കൊടുക്കണമുണ്ട്, ചെയ്യണമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണമുണ്ട്. അങ്ങനെ അതാ തേങ്ങ ഇനി ഒന്ന് അരച്ച് എടുക്കണം. പിന്നെ ഉച്ചക്ക് ഞാനിതാ കറിയും ചോറും ഒക്കെ റെഡിയായി. ഞാൻ നേരത്തെ കഴിക്കൂട്ടോ, ഒരു 11-11:30 ആയാൽ വേഗം തന്നെ ചോറ് തിന്നും. പിന്നെ രാത്രിയാണ് പിന്നെ അടുത്ത ഫുഡ്. വൈകിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, അങ്ങനെയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈസക്കുട്ടി സ്കൂളൊക്കെ ഇട്ട് വന്ന് രാത്രിയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അപ്പത്തുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കണത്. അമ്മ വർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണേ, അപ്പോൾ എനിക്കെല്ലാം ഹാപ്പി ആയിക്കണം കേട്ടോ. അത് ഓരോ ആദ്യം ചെയ്തതാണ്. അപ്പോൾ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഐസുവാ ഈ ഒരു ഭരണി കണ്ട മുട്ടായി ഇട്ടേച്ചിക്കണമ്മ, ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഇതിലിട്ടിക്കണേ. ഇതിലില്ലേ ഈ ബ്രൗൺ കളർ ചോക്ലേറ്റ് എണ്ണിയിട്ട് അത് എത്രയെന്ന് ഇവിടെ എഴുതണം. ഇത് ബ്ലാക്കാണ് കളറ്, അത് ബ്രൗൺ ആണ്, കണ്ണും കണ്ണിയെ. അതേപോലെ യെല്ലോ കളർ ചോക്ലേറ്റ് എത്രയെന്ന് എണ്ണിയിട്ട് ഇവിടെ എഴുതണം. അങ്ങനെ എത്ര റെഡ് കളർ ഇവിടെ എഴുതുക, അങ്ങനെ എല്ലാ കളറും ഇവിടെ എഴുതണം കേട്ടാ, എണ്ണി നോക്കിയിട്ട്. ആദ്യം ഇത് 2 അത് 1 ഇത് 2 അത് 3 4 5 ഇതെണ്ണീലല്ലോ 7. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഏത് അവിടെയാണോ ബ്രൗൺ കളർ? ഇവിടെ അല്ലേ? ഇവിടെ ഒരു വര ടച്ചിക്കണതമ്മ, അതിന് നേരത്തെ ഇരിക്കും. 7. അതേപോലെ തന്നെ അടുത്തത് എണ്ണീട്ട് ഇത് അടുത്ത എന്ത് കളറാണ്? ഓന് ഇഷ്ടമുള്ള എണ്ണിക്കോട്ടെ. 1 2 3 4 5 ഈ കളർ ഉണ്ടായിസോ? 1 2 പിന്നെ ഇവിടെ 3 4 5 6 7 8 9 ഏത്? അടുത്തത് എല്ലാം ഉണ്ട്. 1 2 ഇത് ആ 2 ഉള്ളൂ അതില ചോക്ലേറ്റ്. എവിടെങ്കിലും എഴുതിക്കോ 2. പിന്നെ അടുത്തത് 1 2 3 4 പിന്നെ 4 ഇത്. ഇതെന്ത് 4 ആണ്? നല്ല പോലെ എഴുതുവാവേ 4. കുത്തി വരയ്ക്കരുത്, ആ എറൈസർ കൊണ്ട് മായ്ക്ക്. ഈ 4 എഴുതിക്ക എൻ്റെ കുഞ്ഞാവാ. ഓ തിരിച്ചെഴുതിയതാടി 4. ഇതെന്താ പറയുന്നത്? 4. ഇനി അടുത്തത് റൊടിച്ചുണ്ട് കേട്ടോ. അടുത്തത് ഇതാ എഴുതിക്കൻ്റെ പൊന്ന് എണ്ണിക്കാണി. 1 2 3 4 5 6 7 8 9 10 11 12 ഇന്നിമാള് തെറ്റിപ്പിച്ച ഇങ്ങോട്ട് നോക്കി. അങ്ങനെയല്ല, ഇങ്ങനെയുണ്ട്. ഓരോന്ന് ചെണ്ടുമ്പോ ഓരോന്നിന് നേർക്ക് ഒരു വരട്ടാളട്ടെ, അത് കുറേ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് 1 2 വരണ്ട് പൊന്നോ, എന്നാലേ അറിയുള്ളൂ. 1 2 3 4 5 6 7 8 9 10 അല്ല 9 10 11 ഓർക്കനുണ്ട്. 11 12 13 14 15 16 പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ. അപ്പൊ 18 എഴുത്. ഇവിടെ അടിയിൽ ഇന്റെ റബ്ബേ 20. എന്താണ് 18 എഴുതാൻ പറഞ്ഞിട്ട് എന്താണ് എഴുതി വെച്ചേക്കണ്? 18 എഴുത്.
പഠിച്ചവനെ എൻ്റെ വാവക്ക് തെറ്റുന്നുണ്ടാ സാരല്ല കേട്ടാ 18 ഇനി വെക്കുക. ആ ഇപ്പോഴാണ് ശരിയാക്കി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചോദിച്ചോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കി ചോദിക്കോ അവർക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും